ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ സുധിയെ പ്രിയയുടെ ഹോട്ടലിലേക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ചന്ദ്ര പറഞ്ഞു വിടുകയാണ്. ചന്ദ്രയുടെ മനസ്സിലെ സുധിയെ കൊണ്ട് പ്രിയയെ കല്യാണം കഴിപ്പിക്കാൻ എന്നുള്ള ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് പറഞ്ഞു വിടുന്നത്. സുധിക്കാണെങ്കിൽ അത് മനസ്സിലായിട്ടുമില്ല. എന്തായാലും ഫ്രൈഡ് റൈസ് മേടിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ദേവു രേവതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ചേച്ചി അരുണേട്ടൻ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെയോ എന്തിനാ എന്ന് ചോദിക്കുകയാണ്. ഞാനും ഉണ്ടാകും, എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. ചേച്ചി വരില്ല, ലൊക്കേഷൻ അയക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് അവരവിടെ ഒത്തുകൂടുന്നത്. അതേ സമയത്ത് അരുൺ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തിനൊപ്പം ചേച്ചി നിൽക്കണം എന്ന് പറയുകയാണ്. എന്ത് തീരുമാനം എന്ന് രേവതി ചോദിക്കുമ്പോൾ അത് പിന്നെ ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ സമയം രേവതി ഞെട്ടുകയാണ്. എന്നിട്ട് ദേവുവിനോട് ചോദിക്കുന്നുണ്ട്, രജിസ്റ്റർ മാരേജോ, നീയും കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് അരുണേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അരുണേട്ടനുമായിട്ട് ഒരു വിവാഹം എനിക്കില്ലെങ്കിൽ പിന്നെ ഒരു വിവാഹമില്ല, ഞാൻ അതിലും ഭേദം ഞാൻ മരിച്ചു കളയുന്നത് തന്നെയാണ് എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ രേവതി പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ രേവതിക്ക് വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ റിവ്യൂവിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.